പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്യാപ്റ്റൻ മില്ലർ എന്ന തമിഴ് മൂവിയുടെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. 2024 റിലീസായ ആക്ഷൻ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് ക്യാപ്റ്റൻ മില്ലർ. അരുൺ മാധേശ്വരൻ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ ധനുഷ്, പ്രിയങ്ക മോഹൻ, ശിവരാജ് കുമാർ എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് നടക്കുന്ന ഒരു കഥയാണ് ചിത്രം പറയുന്നത്. ബ്രിട്ടീഷുകാരുടെയും ജന്മികളുടെയുമൊക്കെ അടിമകളെപ്പോലെ ജീവിച്ചു വരികയും സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാധാരണ ജനങ്ങൾ. അവർക്കിടയിൽപ്പെട്ട അനലീഷൻ എന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു ഘട്ടത്തിൽ രാജാക്കന്മാർക്കെതിരെയും ബ്രിട്ടീഷുകാർക്കെതിരെയുമൊക്കെ പോരാടാനായി തീരുമാനിക്കുന്നതും പിന്നീട് അനലീഷൻ എന്ന ആ ഒരു ചെറുപ്പക്കാരൻ ബ്രിട്ടീഷുകാരുടെയൊക്കെ വാണ്ടഡ് ലിസ്റ്റിലേക്ക് എത്തുന്ന ക്യാപ്റ്റൻ മില്ലറായി എങ്ങനെ മാറുന്നു എന്നുള്ളതുമൊക്കെയാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ക്യാപ്റ്റൻ മില്ലർ എന്ന സിനിമ ഇപ്പോൾ തമിഴിലും മലയാളത്തിലും ഉൾപ്പെടെ വ്യത്യസ്ത ഭാഷകളിലായി ആമസോൺ പ്രൈമിലൂടെ പ്രീമിയർ ചെയ്തിട്ടുണ്ട്. സിനിമയിൽ അഭിനയിച്ചവരെല്ലാം തന്നെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ സിനിമയുടെ മേക്കിങ്ങും ടെക്നിക്കൽ വശങ്ങളും ജി.വി. പ്രകാശ് ഒരുക്കിയിരിക്കുന്ന മ്യൂസിക്കുമൊക്കെ മികച്ചു നിന്നു. പല സീനുകളെയും എലിവേറ്റ് ചെയ്യുന്നതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വഹിച്ച പങ്ക് വളരെ വലുതാണ് എന്ന് തന്നെ പറയാം. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടവും ആക്ഷൻ രംഗങ്ങളുമൊക്കെയായി കണ്ടുപരിചിതമായ കഥാസാഹചര്യങ്ങളിലൂടെയൊക്കെ ഒരു പീരിയോഡിക് ആക്ഷൻ ത്രില്ലർ ഡ്രാമ എന്ന രീതിയിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. എന്നിരുന്നാലും അതിനെ ചാപ്റ്ററുകളാക്കി വേർതിരിച്ച് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് സിനിമയെ അവതരിപ്പിച്ചിരിക്കുന്നത്. ക്യാപ്റ്റൻ മില്ലർ എന്ന കഥാപാത്രത്തിൻ്റെ ഇമോഷണൽ ജേണി എന്ന രീതിയിൽ ആരംഭിച്ച് പിന്നീട് അങ്ങോട്ട് ഒരു ആക്ഷൻ ത്രില്ലർ എന്ന രീതിയിലാണ് സിനിമ കഥ പറഞ്ഞു പോകുന്നത്. മേക്കിംഗ് കൊണ്ടായാലും പെർഫോമൻസുകൾ കൊണ്ടായാലും ആക്ഷൻ രംഗങ്ങൾ കൊണ്ടായാലും മ്യൂസിക് കൊണ്ടായാലും ഒക്കെ തന്നെ മികച്ച ഒരു എക്സ്പീരിയൻസ് സിനിമ സമ്മാനിക്കുന്നു. കണ്ടുപരിചിതമായ സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ കൂടിയും നല്ല ഒരു ഇമോഷണൽ കണക്ഷനോടെ എഫക്റ്റീവായി തന്നെ അതൊക്കെ സ്ക്രീനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. 2 മണിക്കൂർ 35 മിനിറ്റോളമാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിലും ചിലയിടങ്ങളിലുമൊക്കെയായി ചെറിയ ഒരു സ്ലോനെസ് ഒക്കെ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ അത്യാവശ്യം എൻഗേജിംഗ് ആയി തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. മൊത്തത്തിൽ പറഞ്ഞാൽ ആക്ഷൻ ത്രില്ലർ സിനിമകളൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും കണ്ടു നോക്കാവുന്ന ഒരു നൈസ് വാച്ചബിൾ തമിഴ് മൂവിയാണ് ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയാം. സിനിമ ഇപ്പോൾ വ്യത്യസ്ത ഭാഷകളിലായി ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. അതിനോടൊപ്പം കൂടുതൽ മൂവി റിവ്യൂസിനും മറ്റ് വീഡിയോസിനുമൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.